ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നത്തിങ് 4A Pro എന്ന് പറഞ്ഞ ഫോണിന്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു 40,000 റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. 39,999 ആണ് ആഫ്റ്റർ കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പരിപാടി. 8GB 256GB വരുന്ന കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ അതിന്റെ താഴെ വരുന്ന 8GB 128GB. അപ്പോൾ ഈ കാലത്ത് നമ്മുടെ 2027 128GB ഇറക്കുന്നത് തന്നെ എന്താ പറയുക, ഒരു മറ്റവിടുത്തെ പ്ലാനാണ്. മിക്ക ബ്രാൻഡുകളും ആ 128GB വേരിയൻ്റൊക്കെ നിർത്തി. ഇപ്പോൾ ഇവരെന്ത് കണ്ടിട്ടാണ് ഇറക്കിയതെന്ന് എനിക്കറിയില്ല. ഈ 2027 128GB എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഫുൾ ആവും. ഇപ്പോഴത്തെ റാം യൂസേജും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ആൻഡ്രോയിഡ് തന്നെ ഭയങ്കര ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പ്രൈസ് കാറ്റഗറി പറഞ്ഞല്ലോ. അപ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് ഇഷ്ടം പോലെ ഫോൺ അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പോൾ വിവോൻ്റെ V70 ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന നോഡ് 6 ഒക്കെ ഓൾമോസ്റ്റ് ഈ റേഞ്ചിലൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് കമ്പാരിസൺ അല്ല, ക്വിക്ക് ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഷോർട്ട് റിവ്യൂ എന്ന് പറയാം. ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറന്നു പോകുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അതിൽ ഞാൻ കോൺസും പ്രോസൊക്കെ എന്താ പറയുക മിക്സ് ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് അനലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാണാൻ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്ത ഒരു കോൺ എന്ന് പറയാനുള്ളത്, ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന സംഭവം അത്രയ്ക്ക് അങ്ങോട്ട് ആപ്റ്റ് അല്ല കേട്ടോ. കറക്റ്റായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓട്ടോ ബ്രൈറ്റ്നസ് അത് കുറച്ച് ശോകം തന്നെയാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ വേറൊരു കോൺ എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് ആണ്. ഭയങ്കര ലോ വോളിയം എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾ റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അത്യാവശ്യം ഫുൾ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കേൾക്കുന്നില്ല. അപ്പോൾ അതൊരു ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. തീരെ വോളിയം ഇല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ലൗഡ് സ്പീക്കറൊക്കെ ഇട്ടിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഷോക്കാണ്. അതാണ് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ ആ രണ്ട് നെഗറ്റീവ് ആദ്യം തന്നെ എടുത്ത് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത കുറച്ച് സംഭവത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കുറേ പേര് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ 3A Pro എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര ബൾക്കി കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഇൻബിൽഡ് വന്ന കേസ് ഇട്ടിട്ടുണ്ട്. ഇതറിയായിരിക്കും നിങ്ങൾക്ക്. ഇത് ഫുള്ളി മെറ്റൽ ബിൽഡായിട്ട് വന്നേക്കുന്ന ഒരു ഫോണാണ്. 4A സീരീസ് വെച്ച് നോക്കുമ്പോൾ 4A നോർമൽ 4A വെച്ച് നോക്കുമ്പോൾ മറ്റത് നമ്മുടെ അവരുടെ സ്ഥിരം പാറ്റേൺ മാറിയിട്ടാണ് 4A Pro ഇറക്കിയത്. അപ്പോൾ ഇത് ഫുള്ളി യൂണിബോഡി മെറ്റൽ ആണെങ്കിലും ഈ സാധനം ബൾക്കി എന്ന് പറയാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കുറേ പേര് എന്ത് കംഫർട്ടബിൾ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്ത് കണ്ടിട്ടാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഒരു പ്രശ്നമില്ല. കേസ് ഇട്ട് അതായത് ഇൻബിൽഡ് വന്ന കേസ് ഇട്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നുക. 210 ഓൾമോസ്റ്റ് ആ ഗ്രാം വരുന്നുണ്ട് വെയിറ്റ്. പക്ഷെ തീരെ അറിയില്ല. അതുകൊണ്ട് തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും ഞാനത് പിടിക്കുമ്പോൾ എനിക്ക് നമ്മുടെ മോട്ടറോളയുടെ ഞാനിപ്പോൾ റീസെൻ്റ്ലി എഡ്ജ് 70 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നുള്ളൂ. അത് ആക്ച്വലി 160 ആ റേഞ്ചിലൊക്കെ ഗ്രാം വരിക. ഇതെനിക്ക് തോന്നുന്നത് ശരിക്കും 150 ഗ്രാമൊക്കെ ആയിട്ട് തോന്നുള്ളൂ പിടിക്കുമ്പോൾ കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പറയുമ്പോൾ ബിൽഡ് ക്വാളിറ്റി ടോപ്പിന് വെച്ചാണെങ്കിലും IP65 മാത്രമേ ഉള്ളൂ. ഇതിൽ IP68 പോലും ഇല്ല. ഈ റേഞ്ചിൽ പോയിട്ട് 20,000 റേഞ്ചിൽ പോലും ഇപ്പോൾ IP68 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു കോണാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ സാധനം ബൾക്കി അല്ല, കംഫർട്ടബിൾ ആണ്. അതൊരു എന്താ പറയുക, പ്രോസ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എന്തിലേക്ക് പോവാം? ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഡിസ്പ്ലേയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. പ്രൊട്ടക്ഷൻ എന്താ പറയുക, വലിയ ശോകം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. ഫുൾ HD ഡിസ്പ്ലേ തന്നെയാണ്. ബെസൽ കമ്പാരിറ്റീവ്ലി ഇതിലിട്ട് ഇറങ്ങിയ എല്ലാ നത്തിങ് ഫോണായിട്ടും ഏറ്റവും കുറവ് ബെസൽ വരുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ സാധനം പറയാം. നല്ല ക്വാളിറ്റി ബ്രൈറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. 1600 HDMI കാര്യങ്ങളൊക്കെ വരുന്നത്. 500 പീക്ക് ബ്രാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. എന്താ പറയുക, ഫിംഗർ പ്രിന്റ് നോർമൽ നമ്മുടെ എന്താ പറയുക നോർമൽ ഒപ്റ്റിക്കലാണ്, താഴെയാണ്. പക്ഷേ ഓപ്പണിങ്ങിനും കാര്യത്തിനൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതെടുത്ത് വരേണ്ട കാര്യം തന്നെയാണ്. പിന്നെ വരുന്നത് HDR ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സിന് HDR സപ്പോർട്ട് ഇല്ല കേട്ടോ. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് അപ്ഡേറ്റ് ത്രൂ വരാവുന്നതാണ്. പിന്നെ ബ്രൈറ്റ്നസ്സും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗ്ലിഫ് മാട്രിക്സ് ആണ്. ഈ സംഭവം ഗ്ലിഫ് മാട്രിക്സ് ഇത് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നമ്മുടെ നത്തിങ് ഫോൺ 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്ലിഫ് മാട്രിക്സിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇപ്പോൾ മാർച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടോ, കാണാത്ത പോയി കണ്ടു നോക്കുക. ഇതിൽ കുറേ ആഡിങ് വന്നിട്ടുണ്ട്. കോളിംഗ് വരുമ്പോൾ ആഡിങ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. മിസ്ഡ് കോള്, ടോർച്ച്, അതുപോലെ ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾവേസ് ഓൺ ടൈം ആക്കി വെച്ചേക്കാം. ഇത് ഏത് നേരം ടൈം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ കാണിക്കും, കോൾ വന്നാൽ കാണിക്കും. അപ്പോൾ എനിക്ക് ആക്ച്വലി സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അത്രയ്ക്കും ഭയങ്കര ബോറായിക്കുന്നൊക്കെ വിചാരിച്ചു നത്തിങ് ഫോൺ 3 ഇറങ്ങിയപ്പോൾ ഒക്കെ. പക്ഷേ അത് അത്രയ്ക്ക് ബോറൊന്നുമല്ല. കാണാനൊരു വെറൈറ്റി, ഒരു ടോയ് കാണാൻ വെറൈറ്റി സാധനം തന്നെയാണ്. പിന്നെ അത് ഒരു അപ്ഡേറ്റിൽ ത്രൂ കുറേ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെയിംസ് ആയിക്കോട്ടെ, സെൽഫി പരിപാടികളായിക്കോട്ടെ, ടൈമർ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ടൈമർ കാണുന്ന പരിപാടി ആയിക്കോട്ടെ,
അതൊക്കെ കൊള്ളാട്ടോ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓവറോൾ എനിക്ക് ഗൾഫ് മാട്രിക്സ് സംഭവം ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും ഈ ഫോണിൻ്റെ ഒരു എന്താ പറയുക ഒരു അട്രാക്റ്റീവ് സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ക്യാമറ മോഡ്യൂളും ആ ഗൾഫ് മാട്രിക്സ് ഒക്കെ വരുന്നൊരു ഭാഗമുണ്ടല്ലോ. അത് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അത് അവരുടെ ഒരു ഡിസൈനിൽ അടിച്ചു കയറിയ ഒരു സംഭവം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് നത്തിങ് ഫോൺ എന്ന് പറയാം, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഫോൺ അണ്ടർ 40,000 എന്ന് വേണമെങ്കിൽ പറയാൻ തന്നെ കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ചിലപ്പോൾ ലുക്കിൽ പറയാൻ പറ്റില്ലല്ലോ അത്. പക്ഷെ എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർക്കും ഈ ഒരു ഫോണിൻ്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നത്തിങ് ഫോൺ 3 പോലെയല്ല. അടുത്ത് പറയുന്നത് നമ്മുടെ ക്യാമറയാണ്. ഇതിൽ 50-8 മെഗാപിക്സലാണ് വന്നേക്കുന്നത്. സെയിം നമ്മുടെ നത്തിങ് ഫോൺ 4A വന്ന ഓൾമോസ്റ്റ് സെയിം സംഭവമൊക്കെയാണ് തന്നെ വന്നേക്കുന്നത്. ക്യാമറയിൽ കുറച്ച് ശോകം എന്നൊക്കെ പറയാനുണ്ട്. എല്ലാ സമയത്തും ഒരു എന്താ പറയുക കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇവർ തരുന്നില്ല. പ്രത്യേകിച്ച് HDR എടുക്കുമ്പോഴൊക്കെ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. ചില സമയത്ത് ബ്രൈറ്റ്നസ് പോവും, ചില സമയത്ത് ബ്രൈറ്റ്നസ് കൂടും. സെൽഫി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ക്ലോസ്-അപ്പ് ഷോട്ട് എടുക്കുമ്പോൾ ചില സമയത്ത് ബ്ലർ ആവും. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇത് അപ്ഡേറ്റ് ത്രൂ എന്താ പറയുക ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി V70 ആണ് ഇതിനായിട്ടും ബെറ്റർ ക്യാമറ. എസ്പെഷ്യലി ഈ റേഞ്ചിൽ നിങ്ങൾ ക്യാമറ ഫോൺ നോക്കുകയാണെങ്കിൽ V70 വിവോയുടെ V70 നോക്കിയാൽ മതിട്ടാ. ഇത് ആക്ച്വലി കുറേ പേര് നോക്കാനുള്ള കാരണം ഇതിൻ്റെ ഒരു ലുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ നത്തിങ് OS കാരണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് പറയാവുന്നത് ഇതിൻ്റെ UI ആണ്. നത്തിങ് OS ആണ്. നത്തിങ് OS 4.1 ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മാർച്ചിലത്തെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പറയാട്ടോ. നിങ്ങൾ ആക്ച്വലി പിക്സലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മുമ്പും കണ്ടിട്ടായിരിക്കും. ഒരു 99% പിക്സലിൻ്റെ UI തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നും. അതിന് മുകളിൽ കുറച്ച് സ്കിൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മാർച്ച് അപ്ഡേറ്റിൽ അത് കിടക്കുന്നത് കണ്ടോ, മാർച്ച് അപ്ഡേറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക പെർഫോമൻസിനോ സംഭവത്തിനൊന്നുമില്ല. UI നമ്മുടെ AI ഫീച്ചേഴ്സൊക്കെ കുറച്ച് കുറവുണ്ട് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള UI കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ ലാഗോ സംഭവങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒരു സംഭവങ്ങളോ ഇല്ല. ഗെയിം അത്യാവശ്യം കുറച്ചൊക്കെ കളിക്കാമെന്നല്ലാണ്ട്. അപ്പോൾ അത് പറയണമെങ്കിൽ നമ്മൾ അടുത്ത പെർഫോമൻസിൻ്റെ കാര്യം പറയേണ്ടി വരും. അതായത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ് വന്നിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതിനായിട്ടും ബെറ്റർ പ്രൊസറൊക്കെ കിട്ടുന്നതാണ്, അത് വേറെ കാര്യം. ഇതുകൊണ്ടും കുറഞ്ഞ സാധനം തന്നെ നോഡ് 5 നമുക്ക് കിട്ടുന്നതാണ്, 8 Gen 3 കിട്ടുന്നതാണ്. അപ്പോൾ പെർഫോമൻസ് ഒരു ആവറേജ് തന്നെ പറയാനുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് ശോകം എന്നല്ല, ഓവറോൾ ബെറ്റർ. പ്രത്യേകിച്ച് നത്തിങ് OS ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യില്ല. ഒരു മിഡിൽ കാറ്റഗറി വരുന്ന ഒരു പ്രൊസസ്സറാണെന്ന് ഫീൽ ചെയ്യില്ല കേട്ടോ. പക്ഷേ ആ പ്രൊസസ്സറിൻ്റെ പവർ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ 2026 ഭയങ്കര ശോക, പ്രൈസ് ടു വാല്യൂ റേഷ്യോ ഒക്കെ കുറഞ്ഞു തുടങ്ങി. അതാണ് പ്രശ്നം. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് സെൽഫിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നു. ലോ ലൈറ്റിൽ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ക്യാമറയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ലോ ലൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. സെൽഫി നല്ലതാണ്. വീഡിയോ പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് ഇതിൽ 4K 30 FPS മാത്രമേ സപ്പോർട്ടുള്ളൂ, 60 ഇല്ല. അത് ഞാൻ ഒരു അപ്ഡേറ്റ് ഇടുമെന്ന് അറിയില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5400 mAh ബാറ്ററിയാണ് വരുന്നത്. 50 വാട്ടിൻ്റെ വയർ ചാർജിങ് ആണ് സപ്പോർട്ട് വരുന്നത്. PDP/PPS ആണ് വരുന്നത്. എനിക്ക് ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു ഞാൻ ഇതൊക്കെ ഓൺ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇത് ഓൺ ചെയ്തിട്ട് വെക്കുന്നുണ്ട്, ഓൾവേസ് ഓൺ ആണ്. എന്നിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 day ആണ് കിട്ടുന്നത്. ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അണ്ടർ ഓഫ് 1 hour നമുക്ക് ഫുൾ ചാർജ് ആവുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് നത്തിങ്ങിൻ്റെ ഒരു 65 വാട്ടിൻ്റെ GaN ചാർജറാണ്. അപ്പോൾ അത് വലിയ മോശമില്ല എന്ന് പറയാം. വയർലെസ് ചാർജിങ് സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്കിത് ഫീൽ ചെയ്ത സംഭവങ്ങൾ. ഇതിൻ്റെ നമ്മൾ നല്ല കേസുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഈ തന്നേക്കുന്ന കേസും വലിയ മോശമൊന്നുമില്ല കേട്ടോ. ലൈറ്റ് വെയിറ്റ് കേസ് തന്നെയാണ്. പിന്നെ ടിൻഡഡ് കേസാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത്ര പെട്ടെന്ന് എല്ലാവില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എസെൻഷ്യൽ കീയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ കുറച്ച് AI ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. ഞാൻ വൈഡായിട്ട് എടുത്ത് പറയുന്നില്ല. കുറേ പേരൊന്നും ഇപ്പോൾ AI ഉപയോഗിക്കുന്നില്ല എന്നുണ്ട്. ഞാൻ തന്നെ നമ്മുടെ സാംസങ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ പിക്സലത്തും ചില സംഭവങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ വിവോൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ വിവോയിലും കളർ OSലും അതുപോലെ തന്നെ ഓക്സിജൻ OSലൊക്കെ ആണെങ്കിൽ നിറച്ച് AI ഫീച്ചേഴ്സുകളുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ യൂസിൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നത്തിങ് ഫോൺ 4A പ്രോവിൻ്റെ ഒരു ഇനീഷ്യൽ 1 week റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. റെക്കമെൻഡഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളൊരു ലുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ നത്തിങ് OS ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിൽ നോക്കിയിട്ട് ഒരു 40,000 ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഓവറോൾ ഒരു മീഡിയം കാറ്റഗറി ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം എടുക്കാം. അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് ഭയങ്കര കിടിലനാണ് സംഭവം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു സംഭവമില്ല. 10 out of 10 തന്നെ ഞാൻ പ്രശ്നം കൊടുക്കട്ടാ. ഒന്നൊന്നര ലുക്ക്, അതുപോലെ തന്നെ അട്രാക്റ്റീവ് ലുക്ക് എന്ന് പറയില്ല. ആര് കണ്ടാലും ഒന്ന് നോക്കും. അത് എടുത്തു പറയേണ്ട, പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്ക് ഭാഗം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു കോമ്പറ്റീഷനും ഇല്ല. പിന്നെ നെറ്റ്വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മൾട്ടിപ്പിൾ ഇപ്പോൾ ഇട്ടേക്കുന്നത് BSIM ആണ്. ബിയും BSNL ഇട്ട് നോക്കി, എയർടെൽ ഇട്ട് നോക്കി, ജിയോ ഇട്ട് നോക്കി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഈ 4 കമ്പാരിസണും വീഡിയോ ചെയ്തതുകൊണ്ട് വീഡിയോ നമ്മുടെ സ്പീഡ് ടെസ്റ്റിങ്ങുകളൊക്കെ കാണത്തുണ്ടെങ്കിൽ കണ്ടു കേട്ടോ. അപ്പോൾ ഓവറോൾ ഒരു
കുഴപ്പമില്ലാത്തൊരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ 40,000 റേഞ്ചിൽ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണം. നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി കുറച്ച് കഴിയുമ്പോൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. ആയിട്ടില്ല, ഒരു ഓൾമോസ്റ്റ് 1 വീക്ക് ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. ഞാൻ ആക്ച്വലി എറണാകുളത്ത് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു, ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.